ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ്, എന്തെല്ലാം എനർജീസ് ആണ്, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നമുക്ക് ഇന്ന് യൂണിവേഴ്സ് വെച്ചിരിക്കുന്നത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് ആണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആളുകളായിരിക്കാം. ആ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപേ അറിയാവുന്ന നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് ഈ 6 ഓഫ് കപ്സ് പറയുന്നത്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ ഇത് ഒരു അപ്രതീക്ഷിതമായിട്ട് ഉള്ള കണ്ടുമുട്ടലുകളാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇത് പഴയകാല ചിലപ്പോൾ നിങ്ങൾ ജനിച്ച് വളർന്ന നാട്ടിലേക്ക് പോകുന്നതായിരിക്കാം, നിങ്ങൾ മുൻപ് ജോലി ചെയ്ത ഇടങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ചില ആളുകളെ പഴയ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ, അതായത് മുൻപ് നിങ്ങളുടെ കുഞ്ഞുനാളുകളിലൊക്കെ കണ്ടിട്ടുള്ള, മുൻപ് നിങ്ങൾ അറിയുന്ന, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവരോ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരോ ഒക്കെ കാണുന്നതോ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ കേൾക്കുകയോ അവരെക്കുറിച്ച് ഓർക്കുന്നതോ മിസ് ചെയ്യുന്നതോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതൊരു ഓഫ് കോഴ്സ് ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ ഇത് മറ്റൊരു കാര്യം, നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ ബ്രദർ ഓർ സിസ്റ്ററും നിങ്ങൾക്ക് സഹായം ചെയ്തെന്നാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ പൂർവ്വ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഹിതം കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പായിരിക്കാം. അങ്ങനെയുള്ള വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ്, അതൊക്കെ കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് നോക്കാം. 9 ഓഫ് വാൺസ് ആണ്. ഇത് പേടി എന്നൊരു എനർജിയാണ്. 9 ഓഫ് വാണ്ട് പേടിച്ചിരിക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് വിട്ടിട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ കാണുമോ, ഒരിക്കലെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു റീയൂണിയൻ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ഇന്ന് നടക്കുന്നു. ആ പേടി ഇനിമേൽ ആവശ്യമില്ല, അത് ഇന്ന ദിവസം നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ പേടി മനസ്സിൽ മൊത്തത്തിലൊരു പേടി ഉണ്ടാവുന്നത് ദിവസം, ആ പേടിയെ മൊത്തത്തിലൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ പേടിച്ച് കാവല് നിൽക്കുന്ന, അല്ലെങ്കിൽ കോട്ട കാക്കുന്ന ഒരു ഭടനായിട്ടാണ് ഈ 9 ഓഫ് വാണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്, ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക, അത് നമ്മൾ ഭയക്കുന്നുണ്ട്. ഇനി അങ്ങനെ പറ്റുമോ, ഞാനിപ്പോൾ പോകുമ്പോൾ അങ്ങനെ പറ്റുമോ എന്നൊരു പേടിയിൽ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേടി, ചിലപ്പോൾ ഇന്ന് വേറെ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടാവും. അപ്പോൾ ആ യാത്രയിൽ എന്തെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു റീയൂണിയനെ നിങ്ങൾ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ആളുകൾ, പാസ്റ്റിൽ പോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് പേടിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരെ ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും. ആ ആളുകൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കും. അതാണ് ഈ 6 ഓഫ് കപ്പ് 9 ഓഫ് വാൺസ്. കാരണം 9 ഓഫ് വാൺസിലെ ആൾ 6 ഓഫ് കപ്പിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ആ റീയൂണിയനെ നിങ്ങൾ പേടിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം കേട്ടോ. ദെൻ 10 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ചിലപ്പോൾ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ റീയൂണിയൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ജീവിച്ചിട്ടുള്ള ആളുകൾ, ചിലപ്പം ലിവിങ് ടുഗദർ ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കാം, കപ്പിൾസ് ആണ് എന്തായാലും. അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതോ, അല്ലെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ നടക്കുന്നതോ ആയിരിക്കാം. അതുകൊണ്ടാണ് 10 ഓഫ് കപ്പ് ഫാമിലി റീയൂണിയൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റീയൂണിയൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലാതെ ഭയന്നൊക്കെ ജീവിച്ചിട്ടുള്ള കാലമൊക്കെ ഉണ്ടായിരുന്നിരിക്കും പാസ്റ്റിൽ. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലേക്ക് വന്നത്. അവിടെയാണ് ഇന്നൊരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. ഇതൊരു ഫാമിലി യൂണിയൻ്റെ കാർഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയോടൊപ്പം ഇന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഫാമിലിയുമായിട്ട് പുറത്ത് പോവുക, നമ്മുടെ കുടുംബത്തിനോട്, നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നുക, ഇതൊക്കെയാണ് 10 ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. ഇതും റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ്.
അതായത് ഫാമിലിയുടെ റിയൂണിയനാണ്, അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിച്ചവരുടെ റിയൂണിയനാണ്. മേ ബി പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ തിരിച്ചു വന്ന് ഒരു ഫാമിലി യൂണിയൻ ആവുന്നതാകാനും സാധ്യതയുണ്ട്. ഇതും സെയിം തന്നെയാണ്. നിങ്ങൾ ഹോം കമ്മിങ് ആണ്, വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ഹീറോഫൻ്റും ആണ്. അപ്പോൾ ഇന്ന് നിയമപരമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ നിങ്ങളിന്ന് ചെയ്യുന്നുണ്ടാവും. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോടതി വിധികൾ, കേസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് വേണോ വേണ്ടോ സംശയത്തിൽ നിൽക്കുന്നത്. ഹീറോഫൻ്റ് ഡിവോഴ്സ്, ട്രഡീഷണൽ ആയിട്ടുള്ള വെഡ്ഡിങ്ങുകൾ, അതിലൊക്കെ പങ്കെടുക്കുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ്. ഇത് മൊത്തത്തിൽ കാണുമ്പോഴേ ഇത് ഒരു ഡിവോഴ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ നിങ്ങൾക്ക് പേടിയുണ്ട്. ചിലപ്പം കോടതിയിൽ സിറ്റിങ്ങിനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ന ദിവസം പോയി നിങ്ങൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. ആ മീറ്റിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ്, വേണോ വേണ്ടയോ, എന്ത് തീരുമാനം എടുക്കണമെന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു വേണ്ടാന്ന് വെക്കുന്ന ഒരു എനർജിയാണ്. ഹീറോഫൻ്റ് എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പൊക്കോട്ടെ എന്ന് തീരുമാനിച്ച് പിന്മാറുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഹീറോഫൻ്റിൻ്റെ കാർഡ് പറയുന്നത്. ഇനി 2 ഓഫ് പെൻറ്റക്കിൾസ് അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഒന്നിലധികം പ്രയോറിറ്റീസ് ഉണ്ടാവുക, ഒന്നിലധികം ചോയ്സസ്, ഒന്നിലധികം ടാസ്കുകൾ ചെയ്യുക. ഇത് എന്തും ചെയ്യുന്നതല്ലാത്ത ജോലികൾ ചെയ്യുക, ഒന്നിലധികം ജോലികൾ ചെയ്യുക, ഒന്നിലധികം പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കുക, അതൊക്കെയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അത് വേണോ ഇത് വേണോ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാണ് ഈ പറഞ്ഞ 2 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ ഹീറോഫൻ്റ് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ട്രഡീഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. മേ ബി ഒരു കല്യാണത്തിലായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവാം. നിങ്ങളൊരു മതമേലധ്യക്ഷനെയോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സണെയോ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും. അവരിൽ നിന്നുള്ള ഗൈഡൻസ് എടുക്കുന്നുണ്ടാവും. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം കിട്ടുകയോ ധ്യാനം കൂടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ സാമൂഹ്യ നേതാക്കന്മാരെയോ രാഷ്ട്രീയക്കാരെയോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഹീറോഫൻ്റിൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ഈ അലോപ്പതി മരുന്ന് കഴിച്ച് ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ ചിലപ്പോൾ ഡോക്ടേഴ്സിനെ മാറിക്കാണുക, വേറെ ഡോക്ടേഴ്സിൻ്റെ ഗൈഡൻസും കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ പോകുന്നതോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വൈദ്യന്മാരെ കാണാൻ പോകുന്നതാവാം, ട്രഡീഷണൽ ആയിട്ടുള്ള നാച്ചുറോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദമോ ഒക്കെ കാണാൻ പോകുന്നതാവാം, വൈദ്യന്മാരെ കാണാൻ പോകുന്നതാവാം. ഇപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ മോഡേൺ ആയിട്ടുള്ള മണി ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക്, ട്രേഡിങ്, മ്യൂച്വൽ ഫണ്ട്, അതിലോട്ടൊന്നും ഇന്നത്തെ ദിവസം പോകണ്ട. ഒരു ട്രഡീഷണൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പണം കിട്ടുവാണെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതാണ് ഹീറോഫൻ്റ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റേ SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ട്രേഡിങ് അതിലൊന്നും പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം, അങ്ങനെ തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതൊരു ഗൈഡൻസിൻ്റെ കാർഡാണ് കേട്ടോ. ചിലപ്പോൾ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. 10 ഓഫ് വാണ്ട്സ് ആണ്. ഇത് നിങ്ങൾ മടുക്കും, ജോലി ചെയ്ത് മടുക്കും, അലച്ചിൽ. അതായത് തലയിലെടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ന് ചെയ്യുന്നതിൽ കൂടുതൽ ജോലി ചെയ്ത് മടുക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഈ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡും കൂടിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അതിന് വിധിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തെടുത്തിട്ടാണോ മടുത്തു പോകുന്നത് അത് നമ്മൾ വിധിക്കപ്പെട്ടവരാണ്. ഇന്ന് നമ്മളത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമുക്കത് തലയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും മടുക്കുമെന്ന് കാണുന്നുണ്ട്. 10 ഓഫ് വാണ്ടാണ്. ഒരു ബാധ്യത പോലെ എങ്ങനെയും ഒന്ന് തീർന്നാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയും ഒന്ന് കടന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഈ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. മടുത്തു പോകാമെന്നാണ് കേട്ടോ. ദെൻ പേജ് ഓഫ് കപ്സ് ആണ്. ഒരു യങ്ങർ എനർജി, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളിൽ നിന്ന് ഒരു സഹായമായിരിക്കാം, ഒരു സർപ്രൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവ് ഓഫർ ആയിരിക്കാം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പേജ് ഓഫ് കപ്സ് പറയുന്നത്. ഇത് ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ ഓഫർ ആയിരിക്കാം കേട്ടോ. ലവ് ഓഫർ ഒന്നും അല്ലാതെ, സർപ്രൈസും ഗിഫ്റ്റും ലവ് ഓഫർ ഒന്നും അല്ലാതെ വെറുതെ ഓഫർ, നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു യങ്ങർ എനർജി ആണെങ്കിൽ വളരെ എൻത്യൂസിയാസ്റ്റിക് ആണ്. ഭയങ്കര എന്ത് റിസ്ക് എടുത്തിട്ടും ചെയ്യാനായിട്ട്, എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരാളാണ് ഈ പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഒരു ഫ്ലേർട്ടി എനർജിയാണ്, ഇങ്ങനെ ജിൽ നിൽക്കും. അതാണ് കേട്ടോ. ദെൻ ഹാങ്ഡ് മാൻ ആണ്.
ഇതൊരു തരം ഈ 2 ഓഫ് പെൻറ്റക്കിൾ പോലെ തന്നെയാണ് ഹാങ്ക്ഡ് മാന്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മൾ വല്ലാതെ സ്റ്റാഗ്നൻ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഡിസിഷൻ്റെ ആകുക, ഇങ്ങനെ എടുത്താൽ ശരിയാകുമോ എന്ന് സംശയിക്കുക, ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കുക, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പം മാറുക, വീണ്ടും ആലോചിക്കുക, എന്നിട്ട് വീണ്ടും ഓവർ തിങ്ക് ചെയ്ത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക. ഓവർ തിങ്ക് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നതിന് പിന്നത്തേക്ക് മാറ്റി വെക്കുക, അതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്, തലയും കുത്തി നിന്ന് തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിനെ മാറുന്ന വീക്ഷിക്കുക എന്നൊക്കെയാണ് ഈ ഹാങ്ക്ഡ് മാൻ്റെ എനർജി പറയുന്നത്. പിന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നതായിരിക്കാം ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മടുത്തു, അപ്പോൾ നീ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തിനോ യൂണിവേഴ്സിലോ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഇനി എനിക്ക് വയ്യ എന്ന രീതിയിൽ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഈ ഹാങ്ക്ഡ് മാൻ്റെ എനർജി. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതാണ്, സാക്രിഫൈസ് ചെയ്ത് കളയുന്നതാണ്. കാരണം ചിലപ്പോൾ നമുക്കത് നല്ലതല്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നമ്മളൊരു കാര്യം ചെയ്യുന്നത് നല്ലതല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ഫ്യൂച്ചറിനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചില സന്തോഷങ്ങളെ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു സാക്രിഫൈസിൻ്റെയും കൂടെ കാർഡാണ്. നമ്മൾ എന്നും കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി കാര്യങ്ങളെ നോക്കി കാണുന്ന ഒരു എനർജിയാണ് ഈ ഹാങ്ക്ഡ് മാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും, ഒരു തരം ആടിക്കളിക്കുന്ന മനസ്സായിരിക്കും ഇന്നത്തെ ദിവസം. മങ്കി മൈൻഡ് എന്ന് പറയത്തില്ലേ. ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ പേജ് ഓഫ് കപ്പും നൈറ്റ് ഓഫ് കപ്പും ഒക്കെ വരുമ്പോൾ ഇത് ശരിക്കും ഇതെത്ര നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എനർജി അല്ല. ഈ എന്താണ് പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്ലേർട്ടി എനർജിയാണ്. അതേസമയം നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചാമിങ് ലവറാണ് ഈ നൈറ്റ് ഓഫ് കപ്പ്. ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് വരുന്ന ഒരാളാണ് ഈ നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു കാർമിക് പേഴ്സൺ ആണ്, നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. കാരണം നൈറ്റ് ഓഫ് കപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നൊരു റീയൂണിയൻ, മൊത്തത്തിൽ ഇന്നൊരു റീയൂണിയൻ്റെ ചൊവ്വയുണ്ട്. കാരണം 6 ഓഫ് കപ്പ്, 10 ഓഫ് കപ്പ്, നൈറ്റ് ഓഫ് കപ്പ്, പേജ് ഓഫ് കപ്പ്, ഇതെല്ലാം ഓഫർ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ കാർഡ്സ് എല്ലാം. അതൊരു റീയൂണിയൻ്റെ കാർഡും തന്നെയാണ്. ഓക്കെ, പതുക്കെയാണ് കേട്ടോ, കാത്തിരുന്നിട്ടാണ് ഇതിൽ വരുന്നത്. ദെൻ 5 ഓഫ് വാൺസ് ആണ്. കുറച്ചൊരു മാനസിക സംഘർഷം ഉണ്ടാവുക, ചുറ്റുമുള്ള ആളുകളുമായിട്ട് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് സൂക്ഷിക്കണം. ചെറുതായിട്ടൊരു വഴക്കാളി സ്വഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങളെ വളരെ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കും, നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും. അവർ പറയുന്ന നിസ്സാരപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകുന്നതായിരിക്കും. ഒരു ഹേർട്ട്നെസ് അല്ലെങ്കിൽ ഒരു വേദന, പെയിൻ, വിഷമം തോന്നുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളാണ് നമ്മുടെ ഈഗോ ഹേർട്ട് ആവുന്നതുകൊണ്ടാണ് നമ്മൾക്ക് പെയിൻ തോന്നുന്നത്. കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ തിരിച്ച് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അതാണ് ഈ പറഞ്ഞ 5 ഓഫ് വാണ്ട്, ഈ പെയിൻ എന്ന് പറയുന്നത്, വിഷമം എന്ന് പറയുന്നത്. ഇതൊരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്, പ്ലസ് ഒരു മാനസിക സംഘർഷമാണ്. മറ്റുള്ളവർ നമുക്ക് വില തരുന്നില്ല എന്നൊരു തോന്നലോ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു വഴക്കുണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസിയോ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ തിരിച്ചു പറയുമ്പോൾ ഒരു പെയിനോ, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് കേട്ടോ 5 ഓഫ് വാണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന, നമ്മളെ ചലഞ്ച് ചെയ്യുന്ന, നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന, മത്സരിക്കുന്ന എനർജീസ് പുറത്തുണ്ട്. അപ്പോൾ അവരെ നമ്മൾ മുഖാമുഖം കാണും എന്നുള്ളതാണ് ഈ 5 ഓഫ് വാണ്ട് പറയുന്നത് കേട്ടോ. അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയാം, നമുക്ക് പരിചയമുള്ള ആളുകൾ നമ്മളോട് വഴക്കിന് വരുന്നു എന്ന് പറയാം. ഇതൊക്കെ ഇതുണ്ട്. അതുപോലെ നമ്മുടെ മാനസിക സംഘർഷം ആകാനും സാധ്യതയുണ്ട് കേട്ടോ. ബോട്ടം ഡെക്ക് വന്നേക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും ഫാമിലി കാർഡാണ്. അപ്പോൾ ഇത് ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന ആരോ, പിരിഞ്ഞു പോയിട്ടുള്ള ആരോ ആണ്. അപ്പോൾ അവരുടെ ഒരു റീയൂണിയൻ ഇന്ന് കാണുന്നുണ്ട്, റീയൂണിയനും കാണുന്നുണ്ട്. മേ ബി ഡിവോഴ്സിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകളുടെ റീയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് സുന്ദരമായിട്ട് ജീവിച്ച് വന്നിട്ടുള്ള ആളുകൾ ഡിവോഴ്സ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാവാനും സാധ്യതയുണ്ട്. അതായത് നല്ല ഭംഗിയായിട്ട് കുടുംബജീവിതം നയിച്ച് വന്നിട്ട് ഇടയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായതിന് ശേഷം സെപ്പറേഷനായിട്ട് ഇന്ന് ഡിവോഴ്സിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ധാരാളമായിട്ട് പണം, പല സോഴ്സിൽ നിന്ന് പണം വരുന്നതായിട്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ കൂടെ ഒരുപാട് പണം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരുപാട് പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് EMI പോലെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് വരുന്നുമുണ്ട്, അതുപോലെ തന്നെ പോകുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണം വരുമ്പോൾ വളരെ നന്ദിയോടുകൂടി പണത്തെ സ്വാഗതം ചെയ്യുക. മണി എനർജിക്ക് താങ്ക് യു സോ മച്ച് പറയുക. അതുപോലെ പണം പോകുമ്പോഴും നമ്മൾ അതിനെ ബ്ലെസ് ചെയ്ത് തന്നെ വിടുക. ഐ ലവ് യു, ഐ ബ്ലെസ് യു.
പോയിട്ട് ഇരട്ടിയായിട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ബ്ലസ് ചെയ്തിട്ട് വേണം പണത്തിനെ നമ്മൾ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണം ഒരു ചക്രം പോലെ പോയിട്ട് നമ്മളിലേക്ക് വന്ന് നമ്മളൊരു ചാലകമായിട്ട് വർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു മണി ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് വന്നോളും. ആ മണി ഹോപ്പനൊപ്പനോ ചൊല്ലണം, അതുപോലെ മണിക്ക് ബ്ലസ് ചെയ്യണം, മണിയെ ഫൊർഗീവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കൂടി ചെയ്യുന്ന കാര്യം എന്ന് മറന്നു പോകില്ല. ധാരാളം പണം വരുമെന്നും പണം EMI പോലുള്ള കാര്യങ്ങളിൽ വീടിന് വേണ്ടിയിട്ട് പല വിധത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമെന്നും കാണുന്നുണ്ട്. വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ കൊച്ചു പൊട്ടല ചീറ്റിലൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതി കൈകാര്യം ചെയ്യണം. കാരണം ഇവിടെ ഒരു 5 ഓഫ് ഫണ്ട്, ഇവിടെ ഒരു 10 ഓഫ് പെൻഡക്കിളും ഉണ്ട്. അപ്പോൾ ഫാമിലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കപ്പിൾസിനിടയിലാണ്, പക്ഷെ അത് കാരണം മറ്റുള്ളവരായിരിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.